നമസ്കാരം. തൃശ്ശൂരിലെ ആയുർവേദ ചികിത്സാ രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യമുള്ള പനക്കൽ ആയുർവേദ ഫാർമസിയിലെ ഡോക്ടർ വിനയ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ഡോക്ടർ. ഹായ്. അപ്പോൾ നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ തലകറക്കം. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ തലകറക്കം? ഈ തലകറക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മുതിർന്നവരിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് തലകറക്കം. ക്ഷീണം, മന്ദത, ബാലൻസ് നഷ്ടപ്പെടുക, ഉറക്കമില്ലായ്മ ഇതൊക്കെ അനുബന്ധ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുണ്ട്. രാവിലെ പെട്ടെന്ന് എണീക്കുമ്പോൾ സ്വയം കറങ്ങുന്നത് പോലെയോ ചുറ്റുപാടും കറങ്ങുന്നത് പോലെയോ അനുഭവപ്പെടുന്ന ഒരു തരം അസ്ഥിരതയാണ് തലകറക്കം. ഗുരുതരമോ അല്ലാത്തതോ ആയ പല കാരണങ്ങൾ കൊണ്ട് തലകറക്കം ഉണ്ടാകാം. ചില രോഗങ്ങളുടെ ഒരു അനുബന്ധ ലക്ഷണമായും തലകറക്കം കണ്ടുവരാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഏതൊക്കെ രോഗങ്ങളുടെ അനുബന്ധ ലക്ഷണമായിട്ടാണ് ഈ തലകറക്കം കാണാറ്? പല രോഗങ്ങളിലും തലകറക്കം കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പ്രമേഹം, രക്താതിസമ്മർദ്ദം, അതേപോലെ ചില സിസ്റ്റമിക് ആൻഡ് മെറ്റബോളിക് ഡിസോർഡേഴ്സ്, കൂടാതെ മൈഗ്രെയിൻ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഹൃദ്രോഗം, രക്തക്കുറവ്, വിളർച്ച, പിന്നെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ട്യൂമേഴ്സ്, ഇതിലൊക്കെ തലകറക്കം ഉണ്ടാവാറുണ്ട്. അതേപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളവരിലും ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരിലും തലകറക്കം ഉണ്ടാവാറുണ്ട്. പല തവണയായിട്ട് നമുക്ക് തലകറക്കം അനുഭവപ്പെടുമ്പോൾ നമ്മളത് എന്തെങ്കിലും മാരകമായ രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ട്. അപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ തലകറക്കം ഒരു ലക്ഷണമാണോ? നമ്മൾ വേർട്ടിഗോയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സെൻട്രൽ വേർട്ടിഗോ എന്നും പെരിഫറൽ വേർട്ടിഗോ എന്നും. സാധാരണ ബ്രെയിൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു തലകറക്കമാണ് സെൻട്രൽ വേർട്ടിഗോ. ഏകദേശം 80% ട്രൂ വേർട്ടിഗോ കേസസും ചെവിയുമായി ബന്ധപ്പെട്ട് വരുന്ന തകരാറുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം അതിൻ്റെ ചികിത്സയിലേക്ക് എത്താൻ സാധിക്കും. തലകറക്കം പോലെ തന്നെ സുപരിചിതമാണല്ലോ ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പലർക്കും ഈ ഇയറിൻ്റെ ഉള്ള പ്രശ്നം കാരണം തലകറക്കം അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ക്ലിനിക്സിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇയർ ബാലൻസ് പോയി തലചുറ്റി വീണു എന്നൊക്കെ ഉള്ളത്. മുതിർന്നവരിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടാറ്. എസ്പെഷ്യലി ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇൻറ്റേർണൽ ഇയറിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ലാബ്രിന്ത് നമ്മുടെ ബാലൻസിന് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ തന്നെയാണ് നമ്മൾ ചെവിയെ ഓർഗൻ ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. ബ്രെയിനോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റവയവങ്ങളായ ചെവി, കണ്ണ്, അതുപോലെ ഡിഫറെൻറ്റ് നെർവ്സ്, മസിൽസ്, ജോയിൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട്, ഒരു ഏകീകൃത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് പോസ്റ്ററിലാണെന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെവിക്കുള്ളിലെ തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ ബാലൻസിന് സഹായിക്കുന്ന വെസ്റ്റിബുലാർ നെർവ് എന്ന് പറഞ്ഞിട്ടൊരു നെർവുണ്ട്, അതിൻ്റെ തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നെർവിന് ബ്രെയിനുമായിട്ട് നമ്മൾ കണക്ഷൻസ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന തകരാറുകൾ കൊണ്ടൊക്കെ ഈ ഏകീകൃത പ്രവർത്തനം ഡിസ്റപ്റ്റ് ആവുകയും തുടർന്ന് ട്രൂ വേർട്ടിഗോ ഉണ്ടാവുകയും ചെയ്യുന്നു. തലകറക്കം അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്പിന്നിങ് സെൻസേഷൻ, അതായത് സ്വയം കറങ്ങുന്നത് പോലെയോ ചുറ്റുപാടും കറങ്ങുന്നത് പോലെയോ അനുഭവപ്പെടുക. ഒരു ഇൻസ്റ്റെബിലിറ്റി, അതായത് പെട്ടെന്ന് ഗിഡിനെസ്സും ഡിസിനെസ്സും ഒക്കെ അനുഭവപ്പെടുക. ഒരു നേർരേഖയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക. തലവേദന അനുഭവപ്പെടാം. കൂടാതെ കണ്ണിൻ്റെ അസാധാരണമായ ചലനങ്ങൾ, നിസ്റ്റാഗ്മസ് എന്ന് പറയും. പിന്നെ ടിനിറ്റസ്, അതായത് ചെവി മൂളിച്ച മുഴക്കം ഒക്കെ അനുഭവപ്പെടാം. ചിലർക്ക് കാഴ്ച മങ്ങുന്നതായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഓക്കാനം, ഛർദി ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. തലകറക്കം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ തലച്ചോറിലെ ആവാം, അല്ലെങ്കിൽ വേറെ പല രോഗങ്ങളാവാം, അല്ലെങ്കിൽ ചെവിയിലുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ പറഞ്ഞല്ലോ, വേർട്ടിഗോ 2 ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ പെരിഫറൽ വേർട്ടിഗോ ആണ് ഏകദേശം ഒരു 80% കേസസും വരിക. അത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നർ ഇയർ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണുള്ളത്. അത് BPPV, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു തരം തലകറക്കമാണ്. അതായത് ബിനൈൻ പെറോക്സിസിമൽ പൊസിഷണൽ വേർട്ടിഗോ എന്ന് പറയും. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഇയറിൽ നമ്മുടെ ബാലൻസിന് സഹായിക്കുന്ന ഭാഗങ്ങളായ സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓടി നടക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് തെറ്റായ ഇൻഫർമേഷൻ പോവുകയും ബ്രെയിനിൽ നിന്ന് തിരിച്ചും തെറ്റായ ഇൻഫർമേഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ പേഷ്യൻറ്റിന് ഗിഡ്നെസ് പോലെയും വേർട്ടിഗോ പോലെയും ഉണ്ടാവും.
ഇതും കൂടുതലും സ്ത്രീകളിലാണ് അനുഭവപ്പെടാറുള്ളത്. രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ മെനിയസ് ഡിസീസ്, അതും വളരെ കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്സിലൊക്കെ വരാറുള്ളതാണ്. ഇതിനകത്ത് തുടരെ വരുന്ന വെർട്ടിഗോ അറ്റാക്സിനൊപ്പം ഒരു ട്രയാഡ് ഉണ്ട്, അതായത് ഹിയറിംഗ് ലോസ്, വോമിറ്റിംഗ് സെൻസേഷൻ, നോസിയ. മെനിയസ് ഡിസീസിൽ ഇന്നർ ഇയറിൽ ഉള്ള എൻഡോലിംഫ് എന്നുള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന് മർദ്ദം കൂടുന്നതാണ് മെനിയസ് ഡിസീസിൻ്റെ കാരണം. മൂന്നാമത്തെ കണ്ടീഷനാണ് ഇയർ ഇൻഫെക്ഷൻസ്. അത് ഇപ്പം വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവിയിലേക്ക് വരുന്ന ഒരു ബ്രെയിനിൽ നിന്ന് വരുന്നൊരു നെർവാണ്, അതിന് വരുന്ന ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ഇയറിൻ്റെ വെസ്റ്റിബുലർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ലാബ്രന്തിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ. അപ്പോൾ ഇത്തരം ഇൻഫെക്ഷൻസ് ഇപ്പം ചിലർക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടാവുന്ന നീർവീക്കം കൊണ്ടായിരിക്കാം ഈ ഒരു ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കേസിലും ഹിയറിംഗ് ലോസും സിംറ്റംസും ഒക്കെ ഉണ്ടാവുകയും തലകറക്കവും ഗിഡ്നെസ്സും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. നാലാമത്തെ ഒരു കണ്ടീഷനാണ് അക്യൂസ്റ്റിക് ന്യൂറോമ, അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ഷ്വാനോമ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ 8th ക്രേനിയൽ നെർവായിട്ടുള്ള വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൽ വരുന്ന മുഴകളാണ്, ട്യൂമേഴ്സാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെ വേർട്ടിഗോ ഒരു പ്രസൻറ്റിങ് കംപ്ലൈൻ്റ് ആയിട്ട് കാണാറുണ്ട്. ഇനി നമ്മൾ സെൻട്രൽ വേർട്ടിഗോയിലോട്ട് വരികയാണെങ്കിൽ പല കേസസ് ഉണ്ട്. അതിലിപ്പോൾ ഒരു 4 എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇപ്പോൾ മൈഗ്രെയിൻ അസോസിയേറ്റഡ് വേർട്ടിഗോ ഉണ്ട്. അതായത് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് തലകറക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ബാലൻസ് പ്രോബ്ലംസും അതോടൊപ്പം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് വെർട്ടിബ്രോ ബേസിലർ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലയുടെ ബാക്ക് ഭാഗത്ത് ഉള്ള ഒരു ആർട്ടറിയിൽ ബ്ലഡ് ഫ്ലോ കുറയുകയാണ്. എസ്പെഷ്യലി സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കണ്ടീഷനിലും ആ ഡിസ്ക് കംപ്രഷൻ കാരണം ബ്ലഡ് ഫ്ലോ മര്യാദയ്ക്ക് എത്തില്ല. അപ്പോൾ വെർട്ടിഗോ കംപ്ലയിൻസ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇതിനകത്ത് നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയൊക്കെ നെർവ്സിൻ്റെ മുകളിൽ ഒരു ആവരണമുണ്ട്, മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് തകരാറ് സംഭവിക്കുകയും ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് കൈമാറാൻ പറ്റാതെയും വരിക. മറ്റൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ സെറിബെല്ല ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഡിസോർഡേഴ്സ്. സെറിബെല്ലവും ബ്രെയിൻ സ്റ്റെമ്മും ഒക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ബാലൻസിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പാർട്സാണ്. അപ്പോൾ ഇതിൽ പലതരം രോഗങ്ങൾ, ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വെർട്ടിഗോ സിംറ്റംസ് വരാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു തലകറക്കം വീഴ്ചയ്ക്കൊക്കെ കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ രോഗികൾ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത്? സാധാരണ തലകറക്കത്തിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ വീഴ്ചകളാണ്. കാരണം രോഗി പോലും അറിയാതെയാണ് ഈ ഫ്രീക്വൻറ്റ് അറ്റാക്സ് വരുന്നത്, വെർട്ടിഗോ അറ്റാക്സ്. അപ്പോൾ ഇത്തരം കേസസിൽ വെർട്ടിഗോ ഉള്ളവർ പെട്ടെന്ന് കട്ടിൽ നിന്ന് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ ഒക്കെ ഒന്ന് അവരുടെ ആ മൂവ്മെൻറ്റ്സ് ഒന്ന് സ്ലോ ആക്കുക. തല അല്പം പൊക്കി വെച്ചൊക്കെ ഉറങ്ങുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നേരം തല കുനിഞ്ഞു നിന്നുള്ള ജോലികൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തീയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ അഡ്വഞ്ചറസ് റൈഡ്സ് പോലെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഡ്രൈവിങ് ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ശരിയായ ചികിത്സകൾ തേടുക. ഡോക്ടർ, ഇങ്ങനത്തെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളുണ്ടോ? നമുക്ക് സാധാരണയായി ഡിക്സ് ഹാൽപിക് ടെസ്റ്റ്, അതേപോലെ ഹിയറിംഗ് ടെസ്റ്റുകൾ, ബാലൻസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് ബ്രെയിനിൻ്റെ ഇമേജിങ് സ്റ്റഡീസും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റിൽ നമുക്ക് പ്യൂർടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിയറിംഗ് അസസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുണ്ട്. പിന്നെ ഇലക്ട്രോ കോക്ലിയോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ബാലൻസ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ വീഡിയോ നിസ്റ്റാമോഗ്രഫി, ഇലക്ട്രോ കോക്ലിയോഗ്രഫി, പോസ്ട്രോഗ്രഫി, അങ്ങനെ കലോറിഫിക് ടെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ENT അടുത്തൊക്കെ പോകുമ്പോൾ സാധാരണ പേഷ്യൻസ് ചെയ്യാറുള്ളതാണ് ഈ ടെസ്റ്റുകളൊക്കെ. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ വെർട്ടിഗോ എന്ന്. അപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ലീഷൻസ് ഉള്ള ആൾക്കാരിലും ഇതൊരു പ്രസൻറ്റിങ് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് MRI സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ ഒരു ഡയഗ്നോസിസിലെത്താൻ, ഒരു ക്ലിനിക്കൽ ബേസിൽ ഒരു ഡോക്ടറിന് ഒരു ഡയഗ്നോസിസിലെത്താൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദത്തിൽ ഈ അവസ്ഥകൾ എന്താണെന്ന് പറയുക, അതേപോലെ തന്നെ എക്സസൈസിലൂടെ മാത്രം ഇതൊരു രോഗശമനം ഉണ്ടാവുമോ? ആയുർവേദത്തിൽ വെർട്ടിഗോയെ ഭ്രമം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് തല ഒരു പരിധി കൂടുതൽ കറങ്ങുന്ന ഒരവസ്ഥ. പ്രധാനമായിട്ടും വാതപിത്തദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും പിത്തദോഷമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ വറുത്ത ഭക്ഷണങ്ങൾ, കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ, മസാലക്കറികൾ, അമിതമായി പുളിയുള്ള ആഹാരങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോൾ പിത്തദോഷം പ്രകോപിതമാവുകയും തുടർന്ന് അസന്തുലിതമായ പിത്തദോഷം വാതദോഷത്തെയും വർദ്ധിപ്പിച്ച്
അതിന് സ്ഥാനഭ്രംശം വരുത്തി വേർട്ടിഗോ സിംറ്റംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് രോഗിക്ക് ആ ഒരു കറക്റ്റ് ഒരു ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഗിഡിനെസ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുക. എക്സസൈസിലൂടെ ചില ആൾക്കാർക്ക്, ചില രോഗികൾക്ക് താൽക്കാലികമായ ശമനങ്ങൾ കിട്ടാറുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ യഥാർത്ഥ കാരണം പല രോഗങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി ശരിയായ ചികിത്സ ചെയ്താൽ മാത്രമേ പൂർണ്ണ ശമനം ലഭിക്കുകയുള്ളൂ. ഡോക്ടർ, ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്? ആയുർവേദത്തിൽ നമ്മൾ പ്രധാനമായും രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി, അതായത് ഒരു സിംറ്റമാറ്റിക് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രകൃതിയുണ്ട്. അപ്പോൾ അവരുടെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ എല്ലാ അസോസിയേറ്റഡ് കംപ്ലയിൻസും നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഡയഗ്നോസിസിലെത്തുകയും തുടർന്ന് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, എക്സാമ്പിൾ ഇപ്പോൾ വീട്ടിൽ നമുക്ക് ഒറ്റമൂലികളായിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതേപോലെ ശരിയായ കഷായ, അരിഷ്ട മരുന്നുകളുടെ ഉപയോഗങ്ങൾ, ഗുളികകളുടെ ഉപയോഗങ്ങൾ, ഇവയിലൂടെയൊക്കെ നമുക്ക് പ്രകൃതമായ ദോഷങ്ങളെ സമ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും അതേപോലെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഇപ്പം ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ ശമന ചികിത്സകളായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ശോധന ചികിത്സകളുണ്ട്, ഇപ്പം നസ്യം അങ്ങനെയുള്ള ചികിത്സകൾ. ഇപ്പോൾ നമുക്ക് രോഗിക്ക് തന്നെ ഇപ്പോൾ, അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളാൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഈ തലയ്ക്കെണ്ണ എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലുണ്ട്. ഭ്രമണാന്ത ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. വളരെയധികം റിസൾട്ട് ഉള്ളതായിട്ടാണ് ഇത് ഉപയോഗിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഏകീകൃതമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. ഇയർ ബാലൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇയർ ബാലൻസ് പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഭ്രമണാന്ത ഓയിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്നും കൂടി വിശദീകരിക്കാമോ? നമ്മൾ ഇയർ ബാലൻസ് കണ്ടീഷൻസിലും അതേപോലെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഗിഡിനെസ്, വേർട്ടിഗോ, പിന്നെ ഉറക്കമില്ലായ്മ, ഇത്തരം കണ്ടീഷൻസിലൊക്കെ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു ഓയിലായിട്ടാണ് ഈ ഭ്രമണാന്ത ഓയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകം തിരഞ്ഞെടുത്ത മരുന്നുകൾ സംസ്കരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓയിലാണ്. ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് തലയുടെ നെറുകയിൽ 15 മുതൽ 20 തുള്ളി ഓയിൽ തലയുടെ നെറുകയിൽ പുരട്ടി ഒരു 15 മിനിറ്റിന് ശേഷം കുളിക്കുകയോ തുടച്ചു കളയോ ചെയ്യുക. ഡോക്ടർ, ഇയർ ബാലൻസും അതേപോലെ BP തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ക്ലിനിക്കിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇപ്പോൾ ലോ BP ഉള്ള ഒരാൾക്ക് അയാൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ BPPV കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വേർട്ടിഗോ എന്ന് പറയുന്ന ഒരു പൊസിഷണൽ വേർട്ടിഗോ ആണ്. അപ്പോൾ ഇതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഹൈ BP ഉള്ള ആൾക്കാരിൽ. കാരണം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഹൈ BP ഉള്ള ഒരാളിൽ അയാളുടെ അതായത് നമ്മൾ BP എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറിയിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് എത്ര ഫോഴ്സിലാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈ BP ഉള്ള ഒരാളിൽ അയാളുടെ ചെവിയിലും അതേപോലെ ഒരു ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും നിൽക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് ഈ ഹാർട്ട് ബീറ്റിനോട് അനുസൃതമായിട്ട് ഒരു സൗണ്ട് പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ടിനിറ്റസ് എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഹൈ BPയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ടിനിറ്റസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇയർ ബാലൻസ് കംപ്ലയിൻറ്റ് വരാനും അതേപോലെ സ്ട്രോക്കും ഒക്കെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഡോക്ടർ, പിന്നെ ചെവിയിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്ക് ഇയർ ബാലൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇയർ ഇൻഫെക്ഷൻസ് പെരിഫറൽ വേർട്ടിഗോയുടെ ഒരു കോസാണ്. കാരണം ഇന്നർ ഇയർ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലാബ്രിന്തൈറ്റിസ്, അതേപോലെ നമ്മുടെ വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരു നീർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഇൻഫ്ലമേഷൻ. അതിനാൽ തന്നെ സിഗ്നൽസ് തടസ്സപ്പെടുകയും വേർട്ടിഗോ അറ്റാക്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹിയറിംഗ് ലോസ്, പലപ്പോഴും ഒരു മഫിൾഡ് ഹിയറിംഗ് പോലെയും ഹിയറിംഗ് ലോസും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, അലർജിക് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഇയർ ഇംബാലൻസ് ഉണ്ടാവുമോ? അലർജിക്കായ ആൾക്കാരിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അവരുടെ മിഡിൽ ഇയറിൽ എയർ പ്രഷർ ഈക്വലൈസ്ഡ് ആയിട്ട് നിൽക്കില്ല. അതായത് ശരിയായ പ്രവർത്തനം നടക്കേണ്ട രീതിയിലായിരിക്കില്ല അവരുടെ ചെവിക്കുള്ളിൽ ഇയർ നിൽക്കുക. ഇപ്പം നമ്മൾ ഫ്ലൈയിങ്, ക്ലൈംബിങ്, അതേപോലെ ചുരം കയറുക, ചുരം ഇറങ്ങുക, ഇങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ എയർ പ്രഷറിലെ വ്യത്യാസം കൊണ്ട് നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അലർജിക്കായ ആൾക്കാരിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് എപ്പോഴും ഒരു ബാലൻസ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അൺസ്റ്റഡിനെസ് ഒക്കെ ഉണ്ടാവാം. കൂടാതെ ഈ അലർജൻസ് മൂലം ഇവരുടെ ഇന്നർ ഇയർ ഇൻഫ്ലെയിംഡ് ആവാനും തുടർന്ന് ഈ തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്താണെന്നും കൂടെ പറയാം. ഇതൊരു നാരോ പാസേജ് വേ ആണ് കണക്റ്റിംഗ് ദ മിഡിൽ ഇയർ ടു ദ അപ്പർ ത്രോട്ട്, അതായത്
നമ്മുടെ മൂക്കിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നെയ്സോ ഫാരിങ്സിൻ്റെ ഒരു ഏരിയയിൽ. അപ്പോൾ ഇതും മിഡിൽ ഇയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ട്യൂബ് പോലത്തെ ഒരു വഴിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ച്യൂയിങ്, സോളോയിങ്, യോണിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ്റ്റേഷൻ ട്യൂബ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അലർജിക് ആയുള്ള ആൾക്കാരിൽ ഇത് ശരിയായി പ്രവർത്തിക്കില്ല. യൂസ്റ്റേഷൻ ട്യൂബിന് പ്രധാനമായിട്ട് 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ എയർ പ്രഷർ ഈക്വലൈസേഷൻ, അതായത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് ആ കറക്റ്റ് നമ്മളുടെ ബാലൻസും സ്പേസിൽ നമ്മൾ എവിടെ മീൻസ് നമ്മുടെ ഏരിയയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഓറിയൻറ്റേഷനൊക്കെ കിട്ടുക. പിന്നെ ഫ്ലൂയിഡ് ഡ്രെയിനേജ്, അതായത് നമ്മുടെ മിഡിൽ ഇയറിലുള്ള ഫ്ലൂയിഡ്, മ്യൂക്കസ് ഒക്കെ നെയ്സോ ഫാരിങ്സിലേക്ക് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഫങ്ഷനാണ്. പിന്നെ മൂന്നാമത്തേത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ ഫ്രം ലൗഡ് സൗണ്ട്സ്, അതേപോലെ നെയ്സോ ഫാരിങ്സിലൊക്കെയുള്ള അല്ലെങ്കിൽ മിഡിൽ ഇയറിലുള്ള ഇൻഫെക്ഷൻസൊക്കെ ഇന്നർ ഇയറിൽ എത്താതെ ലൗഡ് സൗണ്ട്സും ഇന്നർ ഇയറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ നിർത്തുന്നതും യൂസ്റ്റേഷൻ ട്യൂബാണ്. അതുകൊണ്ട് തന്നെ അലർജി ഉള്ള ആൾക്കാരിൽ, ഈ കോൾഡ്, സൈനസൈറ്റിസ് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവരിൽ ഇതെല്ലാം തടസ്സപ്പെടുകയും അവർക്ക് കേൾവിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാറുണ്ട്. ടിനിറ്റസ്, അതായത് ബ്ലോക്ക്ഡ് യൂസ്റ്റേഷൻ ട്യൂബ് മൂലം തന്നെ ഒരു റിങ്ങിങ് ഇൻ ഇയേഴ്സ്, അതേപോലെ മഫിൾഡ് ഹിയറിങ്, പോപ്പിംഗ് സൗണ്ട്, ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഡോക്ടർ, സ്ട്രെസ്സ് മൂലം ഇയർ ബാലൻസ് പ്രോബ്ലംസ് ഉണ്ടാവും? സാധാരണ നമ്മളിപ്പം ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളിൽ വളരെ കോമൺ ആണല്ലോ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരാൾക്ക് തലവേദന, അതേപോലെ നമ്മുടെ മോഷൻ, അതിന് കംപ്ലയിൻസ് ഒക്കെ വരിക, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഉറക്കക്കുറവും ഈ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസിൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസാവും. അപ്പോൾ ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ എന്തായാലും കൂടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടറി സിസ്റ്റത്തിനകത്തും BP ഹൈ ആയിട്ട് നിൽക്കുകയും തുടർന്ന് ഇയർ ബാലൻസ് പ്രോബ്ലം, വെർട്ടിഗോ, ഗിഡ്നെസ് ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, ഈ തലകറക്കം അല്ലെങ്കിൽ ഡിസ്നെസ് ഇല്ലാതെ തന്നെ പലപ്പോഴും ഓഫ് ബാലൻസ് ആയി പോകാറുണ്ട്. സോ അതെന്തുകൊണ്ടാണ്? പലപ്പോഴും ക്ലിനിക്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കേസ് തന്നെയാണ്. ചില ആൾക്കാർ പറയുന്നത് അവർക്ക് വെർട്ടിഗോ ഉണ്ടാവാറില്ല, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വെച്ച് പോകുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇപ്പോൾ എക്സാമ്പിൾ ലോ BP കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അതേപോലെ ചില മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നവരിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കുന്നവരിൽ, ആൻറ്റി ഇൻഫെക്റ്റീവ്സ് ഉപയോഗിക്കുന്നവരിൽ, പിന്നെ ഈ സൈക്യാട്രിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നവരിൽ, ഇവരിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി നമ്മൾ ഇന്നർ ഇയർ കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ BPPV, മെനിയസ് ഡിസീസ്, ഇതിലൊക്കെ ഈ ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസ്നെസ് ഇല്ലാണ്ട് തലകറക്കം മാത്രം അനുഭവപ്പെടുന്ന ഒരു കേസിൽ നമ്മളുടെ അതായത് നമ്മൾ ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ നെർവ്സും മസിൽസും ജോയിൻസും എല്ലാം ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം. ഇതിന് ആയുർവേദത്തിൽ പരിഹാരമുണ്ടോ? തീർച്ചയായും. പ്രായഭേദമന്യേ ഇന്ന് വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ വെർട്ടിഗോയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇയർ ഇംബാലൻസും മറ്റ് അസോസിയേറ്റഡ് കംപ്ലയിൻസും. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ശരിയായ ഡയഗ്നോസിസിലെത്തി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഇത് പൂർണ്ണമായി തന്നെ മാറ്റാൻ സാധിക്കും. ഡോക്ടർ, ഭ്രമണാന്ത ഓയിലിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്? ഭ്രമണാന്ത ഓയിൽ ഇയർ ബാലൻസ് കണ്ടീഷൻസിനും അതേപോലെ വെർട്ടിഗോ, ഗിഡിനെസ് ഇങ്ങനത്തെ അവസ്ഥകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് കണ്ടുവരുന്ന ഒരു ഓയിലാണ്. ഇത് ധാരാളം ആയുർവേദ മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ബ്രെയിനും നെർവസ് സിസ്റ്റത്തിനും ഒക്കെ ഒരു കൂളിംഗ് ആൻഡ് റിലാക്സിങ് ഇഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക. ഒരു സൂതിങ് പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അതിനാൽ തന്നെ ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്ക് ആ റെഗുലർ സ്ലീപ്പ് പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയും മൊത്തത്തിൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് റെക്കറൻ്റ് ആയിട്ട് വരുന്ന വെർട്ടിഗോ അറ്റാക്സ് കുറയ്ക്കാനും സാധിക്കും. ഇത് ഉപയോഗിക്കാനായിട്ട് 15 മുതൽ 20 തുള്ളി തലയുടെ നെറുകയിൽ പുരട്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുണി ഉപയോഗിച്ച് തുടച്ച് കളയുകയോ കുളിക്കുകയോ ചെയ്യാവുന്നതാണ്.
ഡോക്ടർ, ഇപ്പോൾ ഇത്തരം രോഗങ്ങളുണ്ടല്ലോ, ഇയർ ഇംബാലൻസ്, തലകറക്കം, അങ്ങനത്തെ രോഗങ്ങളൊക്കെ കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലത്തെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു വീട്ടമ്മയെ ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം ആൾക്ക് രാവിലെ എണീക്കുമ്പം തൊട്ട് ഈ ഒരു ബാലൻസ് കംപ്ലയിൻറ്റിൻ്റെ പ്രശ്നമാണ്. ആൾക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനും അതേപോലെ ഒരുപാട് നേരം കുനിന്ന് നിന്നിട്ട് ഉള്ള പണികൾ, ഇപ്പം തുണിയലക്കൽ, അതേപോലെ മുറ്റമടിക്കൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനോടൊപ്പം ആൾക്ക് അസോസിയേറ്റഡ് കംപ്ലയിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ആൾക്ക് പേടിയാണ്. കാരണം പെട്ടെന്ന് ഇത് വരികയും അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത്, അതേപോലെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റായിക. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആൾ ഫേസ് ചെയ്തിരുന്നു. വളരെ വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പം ഇതിന് നമ്മൾ ശരിയായ രോഗനിർണയത്തിലൂടെയും നമ്മൾ കൃത്യമായ മെഡിസിൻസ് കൊടുത്തതിൻ്റെയും ഫലമായിട്ട് അവർക്കിപ്പോൾ പരിപൂർണമായിട്ട് ഈ അസുഖം മാറിയിട്ടുണ്ട്. ഡോക്ടർ, സ്ത്രീകളിലെ പോലെ തന്നെ പുരുഷന്മാരിലും ഇത്തരം ഇയർ ഇംബാലൻസ് അതേപോലെ തലകറക്കമൊക്കെ കോമൺ ആണോ? തീർച്ചയായും പുരുഷന്മാരിലും ഇത് വളരെയധികം നമ്മൾ കാണാറുണ്ട്. കാരണം എസ്പെഷ്യലി ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത് എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ആ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. നമ്മുടെ ഇയർ ഇംബാലൻസിനെ കുറിച്ചും തലകറക്കത്തെക്കുറിച്ചും അതേപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയും ബ്രഹ്മനാന്ദ ഓയിലിനെ കുറിച്ചൊക്കെ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നതിന് അവസാനമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? നമ്മൾ ഏതൊരു അസുഖത്തെയും പോലെ തന്നെ ഈ ഇയർ ഇംബാലൻസ് പ്രോബ്ലവും അതിൻ്റെ എല്ലാ സിംറ്റംസോടും കൂടെ വരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ തന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അതിനാൽ തന്നെ എത്രയും വേഗം ശരിയായ രോഗനിർണയം നടത്തി ശരിയായ മരുന്നുകൾ എടുത്താൽ ഇത് വളരെ ഫലപ്രദമായി തന്നെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഡോക്ടർ.